ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാഴച്ചുണ്ട് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. വാഴച്ചുണ്ടും വൻപയറും വെച്ചിട്ടൊരു തോരനാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വാഴച്ചുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി, അപ്പോൾ ഇത് നമുക്കൊന്ന് കൊത്തിയെടുത്തിട്ട് വെള്ളത്തിലേക്കാണ് കൊത്തിയിടേണ്ടത്. കറയുള്ളതാണ്. അപ്പോൾ കറ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് കൊത്തിയിട്ടിട്ട് അവിടെ നമുക്ക് കഴുകി വാരിയെടുത്തിട്ട് കുറച്ച് എണ്ണയൊക്കെ പുരട്ടി വെക്കണം. അപ്പോൾ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് തോരനുണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. വൻപയർ അതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴച്ചുണ്ടും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതിനാവശ്യമായ ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ വെള്ളം പ്രത്യേകിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. സിമ്മിലിട്ട് വെച്ചാൽ മതി. തീ വളരെ കുറച്ച് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്കിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളിത് മൺചട്ടിയല്ല വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചതച്ച് ചേർത്തതാണ് തേങ്ങ, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, ചെറിയ ഉള്ളി, 2 ചെറിയ ഉള്ളിയും 2-3 കറിവേപ്പിലയുടെ ഇലയും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങ അരച്ച് ചേർത്തതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടെ അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ പരിപ്പ് അല്ലെങ്കിൽ ചെറുപയർ എന്താണെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് വൻപയറാണ് ചേർത്തത്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കഞ്ഞിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ലൊരു തോരനാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാഴച്ചുണ്ട് തോരനാണ്. എല്ലാവർക്കും വാഴച്ചുണ്ട് തോരൻ ഉണ്ടാക്കാൻ അറിയാം. എല്ലാ വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഇതറിയാവുന്നതാണ്. എങ്കിലും എൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതൊന്ന് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.